ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് നിങ്ങളെ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാനുണ്ടായിരുന്നു. ഇതാണ് ഐറ്റം. ഇപ്പോൾ ഈ പെട്ടി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനുള്ളിൽ എന്താണുള്ളതെന്ന്. ഇതിനകത്ത് എൻ്റെ ചെറുപ്പം മുതലുള്ള കുറച്ച് കോയിൻ കളക്ഷൻ, അതുപോലെ കുറച്ച് പല രാജ്യത്തുള്ള കറൻസി കളക്ഷനാണുള്ളത്. ഇങ്ങനെ കുറച്ച് നോട്ട്സ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് ചില്ലറ ഐറ്റംസ് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 1000 റിയാൽസ് ആണ് ഇത് വരുന്നത്. ഇറാൻ, ബംഗ്ലാദേശ്, അഗൈൻ ബംഗ്ലാദേശാണ്. ഈ കളർ നല്ല ഭംഗിയുണ്ടല്ലേ, നമ്മുടെ കളേഴ്സ്. നമ്മുടെ നേപ്പാൾ രാഷ്ട്ര ബാങ്ക്, നേപ്പാളിലുള്ള ഒരു നോട്ടാണ്. ഇത്രയെല്ലാം നോട്ട് പിടിച്ചതിൽ എനിക്ക് ഈ നോട്ടാണ് കുറച്ചും കൂടി ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ 1989 ഒരു 10 പൈസയുടെ കോയിനാണിത്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതിൽ എന്തോ എഴുതിയേക്കുന്നത് ഹിന്ദിയൊക്കെ പോലെ തോന്നുന്നു, എനിക്കറിയില്ല. ഇത് അമേരിക്കയിലത്തെ ഒരു കോയിനാണ്. ഇതൊക്കെ എനിക്ക് എവിടെ നിന്ന് എന്ന് കിട്ടിയതാണോ എന്തോ. ഇതേ 82 ഒരു കോയിനാണിത്. ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കോയിൻസിൻ്റെ കളക്ഷൻ വരുന്നത്. കുറച്ചുള്ളൂ ഇപ്പോൾ എൻ്റെ അടുത്ത്. അതിൽ കുറച്ചൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന പൈസ അതിൻ്റെയൊക്കെ കളക്ഷനുണ്ട്. പിന്നെ ഉള്ളത് കുറച്ചൊക്കെ വേറെ രാജ്യത്തുള്ള കുറച്ച് കോയിൻസിൻ്റെ ഒക്കെ കളക്ഷനാണുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ചിലവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഉള്ളവർ കണ്ട നമ്മുടെ 5 പൈസ എന്നുള്ള നമ്മുടെ ഒരു കോയിനായിരുന്നത്. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, നല്ലൊരു ഇത് ഇങ്ങനെ ഈ ഷേപ്പാണോ അതോ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലാണോ എനിക്കറിയില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ്. ഇവിടെ ഇങ്ങനെ ഒരു ആണത്. പിന്നെ ഇതിൽ 10 പൈസ ഉണ്ട്. ഇതാണ് 10 പൈസയുടെ. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതാണ് 10 പൈസൻ്റെ. ഇയർ കാണിച്ചിരിക്കുന്നത് കണ്ടോ, 1989 ഒരു 10 പൈസയുടെ കോയിനാണിത്. കണ്ടോ, അന്നൊക്കെ പൈസയല്ലേ ഉണ്ടായിരുന്നേ, അത് ആ ഒരു കോയിനാണിത്. ഇതെനിക്കിതുപോലെ ഇവിടെ നിന്ന് കിട്ടിയിട്ട് ഞാൻ വെച്ചതാണ്. പിന്നെ ഇതുപോലെ തന്നെ ഇത് ഭയങ്കര ചീത്തയായി തുടങ്ങി. ഇതും 5 പൈസ തന്നെ കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച 5 പൈസയുടെ കോയിനാണ്. പിന്നെ നമുക്കിതാ 20 പൈസയുടെ കോയിനാണ് ഇങ്ങനെ വരുന്നത്. അന്നൊക്കെ കോയിൻ റൗണ്ട് ഷേപ്പ് മാത്രമല്ല, കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ഡിസൈൻ എന്ത് ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് 1990 ഒരു 20 പൈസയുടെ കോയിനാണ് വരുന്നത്. പിന്നെ അഗെയിൻ ഇത് 5 പൈസയുടെ വന്നിട്ടുണ്ട്. പിന്നെ 20 തന്നെ അഗൈൻ എൻ്റെ ഉണ്ട്. പിന്നെ വരുന്നതാണ് ഇത് ശരിക്കും 5 രൂപയാണ്. പക്ഷെ ഇതിൻ്റെ സൈസ് കണ്ടോ, നമ്മുടെ ഇന്നുള്ള പോലത്തെ ചെറിയ 5ൻ്റെ കോയിനല്ല, ഇത് കുറച്ചുകൂടി വലുതാണ് കണ്ടോ. ഇതുപോലെ ഇതാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫോട്ടോ ആണ് ഈ 5 രൂപയുടെ ബാക്കിൽ വരുന്നത്. നല്ല വലുപ്പമുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ കോയിനെല്ലാം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ വരുന്നത് ഇതാണ് 10 പൈസ കേട്ടോ, കുഞ്ഞ് 10 പൈസ. നേരത്തെ കണ്ടത് വേറൊരു ഷേപ്പായിരുന്നു. ഇത് കുറച്ചും കൂടി നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഭയങ്കര ചെറുതാണ് കേട്ടോ, ഇത് ഭയങ്കര ചെറുതാണ്. ഇത് 1988 ഒരു 10 പൈസയാണ് ഇത് വരുന്നത്. ഇങ്ങനെ കുറേ 10 പൈസയുടെ കുഞ്ഞു ഇതുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഇതും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇത് കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് അത്രയ്ക്ക് എന്താ പറയുക, അത്ര ഓൾഡല്ല, നമ്മൾ യൂസ് ചെയ്തിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇത് 1988 ഇത് ഇയർ കൊടുത്തിരിക്കുന്നത്. ഇതാണ് 25 പൈസയുടെ കോയിൻ. 25 പൈസയുടെ കോയിനൊക്കെ എനിക്ക് യൂസ് ചെയ്തിരുന്നത് ഓർമ്മയുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 50 പൈസ ഒന്നും ഇപ്പോൾ ഇല്ല, നമ്മൾ യൂസ് ചെയ്യാറില്ല. 50 പൈസയും എനിക്ക് യൂസ് ചെയ്തിരുന്നത് ഓർമ്മയുണ്ട്. 50 പൈസയ്ക്കൊക്കെ മിഠായി കിട്ടുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. 50 പൈസയുടെ കോയിനാണ് ഇത് വരുന്നത്. അതും എനിക്കിതുപോലെ ഓർമ്മയുണ്ട്. പിന്നെ 10 പൈസ, പിന്നെ അഗൈൻ 25, ഇതും പൈസയാണ്. 25ൻ്റെ പൈസയുടെയാണ് വരുന്നത്. പിന്നെ ഇത് വേറെ ഷേപ്പിലുള്ള 10 പൈസ, ഭയങ്കര ഓൾഡായി. ഇതിന് വെയിറ്റ് ഇല്ല, ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു കോയിനാണിത് കണ്ടോ. ഇത് ഇയർ നമ്മൾ ഭയങ്കരമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ 1986 ആ സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നതും ആ ഇയറാണ് കൊടുത്തിരിക്കുന്നതിൽ. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, എന്ത് ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ. ഇതാണ് വേറൊരു കോയിൻ വരുന്നത്. പിന്നെ വരുന്നത് അഗെയിൻ എൻ്റെ 25 പൈസയുടെ തന്നെ. അങ്ങനത്തെ ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് കിട്ടിയപ്പോൾ ഒന്ന് എടുത്ത് വെച്ചതായിരിക്കണം. പിന്നെ അഗെയിൻ 20 പൈസ. ഇത് 1990 ആണ് ഇയർ കൊടുത്തിരിക്കുന്നത്. ഇത്ര ഇയർ ആയില്ലേ കണ്ടോ, ഇത്ര ഇയറുള്ളതിൻ്റെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് 2 പൈസയാണ്. 2 പൈസ ഉണ്ടായിരുന്നു. ഇയർ കൊടുത്തിരിക്കുന്നത് 1972. അയ്യോ, എന്തൊരു ഓൾഡായില്ലേ ഇതൊക്കെ കണ്ടോ. ഇതിൻ്റെ ഷേപ്പ് എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്, കണ്ടില്ലേ. ഇതിനിങ്ങനെ ഒരു ആ ഡിസൈൻ തന്നെ എന്ത് രസമല്ലേ, ഇപ്പോഴുള്ള പോലെയല്ല. പിന്നെ വലുതാക്കിയിട്ട് 2 എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അവിടുത്തെ ഒരു കോയിനാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവിടെ എൻ്റെ ഈ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സിമ്പലുണ്ട്. പക്ഷെ എനിക്കിത് എത്രയാണെന്നൊന്നും എനിക്കറിയില്ല. എന്തോ എഴുതിയിട്ടുണ്ട്,
ഞാൻ 10 എന്നൊക്കെയാണ് വായിച്ചത്, എനിക്ക് അറിയില്ല. ഇത് അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടോ, ഇതാണ് ഒരു കോയിൻ വരുന്നത്. വേറെ എനിക്ക് രാജ്യത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതും ഏതോ ഒരു ഫോറിൻ കൺട്രിയാണ്. ഇത് കുവൈറ്റുള്ള ഒരു കറൻസിയാണിത്. ഇത് 100 എന്നൊക്കെ ഞാൻ വായിക്കുന്നു. എനിക്കറിയില്ല ഇത് എത്രയാണെന്നൊന്നും. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എടുത്ത് വെച്ചേക്കാണ്. ഇതിൻ്റെ കളർ കുറച്ച് ഇത് ഡാമേജ് ആയി തുടങ്ങി. എന്നാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കോയിൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വരുന്നത് പിന്നെ ഇത് ഇതുപോലെ ഏതോ ഒരു രാജ്യത്തെ പേരുണ്ടോ നോക്കാവേ. ഇല്ല, എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ ഇതുമ്മ 1 എന്ന് എഴുതിയിരിക്കുന്നത് ഏതോ ഒരു രാജ്യത്ത് തന്നെയാണ്. ഇതുപോലെ കിട്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അറിയില്ല ഇത് എവിടത്തെയാണെന്നൊന്നും അറിയില്ല. എന്തോ എഴുതിയിട്ടുണ്ട്, പക്ഷെ നമുക്കത് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു കോയിൻ ഉണ്ട്. പിന്നെ വന്നിട്ട് ഇതൊക്കെ ഡാമേജ് ആയി തുടങ്ങി. ഇതിൻ്റെ കളറൊക്കെ ഒത്തിരി ചേഞ്ചായി. മനസ്സിലാവുന്നില്ല ഏതോ ഒരു സ്ഥലത്തുള്ളത് തന്നെയാണിത്. കണ്ടോ, അറിയില്ല ഇതെന്തോ എഴുതിയേക്കുന്നതെന്ന്. ഇങ്ങനെ ഒരു കോയിൻ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവില്ല അല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല അതിലെന്തോ എഴുതിയേക്കുന്നത്. ഇത് അറിയില്ല ഇത് എത്രയോ ഒരു കോയിനാണ്. പിന്നെ ഇതും ഒരു ഫോറിൻ കൺട്രിയിലെ ഒരു കോയിനാണ്. ഇതും എന്തോ എഴുതിയിട്ടുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ ആർക്കെങ്കിലും? ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ എന്തോ എഴുതിയേക്കുന്നത് ഹിന്ദിയൊക്കെ പോലെ തോന്നുന്നു. എനിക്കറിയില്ല ഇത് എന്താണെന്നുള്ളത്. ഇത് ഇവിടെ കാണുമ്പോൾ 2 അല്ലേ, 2 പോലെ ഉണ്ട് കാണുമ്പോൾ. അറിയില്ല ഇത് 2 ആണോ അത് വേറെ വല്ല കറൻസി ആണോ എന്നറിയില്ല. ഇതിലെന്തെങ്കിലും എഴുതിയിട്ടുണ്ടാണോ എന്തോ. അറിയില്ല എന്തോ എഴുതിയേക്കുന്നത്, പക്ഷെ എനിക്കിത് ക്ലിയർ ആവണില്ല. ഇതാണ് വേറെ ഒരെണ്ണം വരുന്നത്. പിന്നെ ഒരെണ്ണം ഇതും ഏതോ ഒരു ഫോറിൻ കൺട്രിയുടെ ആണോ, അതിന് എഴുതിയിട്ടുണ്ടോ? ഇതിന് 1 ഡൈം എന്നാണ് എഴുതിയേക്കുന്നത്. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇത് അമേരിക്കയിലത്തെ ഒരു കോയിനാണ്. ഇതൊക്കെ എനിക്ക് എന്ന് കിട്ടിയതാണോ എന്തോ. ലിബർട്ടി എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. 1982 ഒരു കോയിനാണിത്. കണ്ടോ, 1 ഡൈം എന്നാണ് ഇതിന് പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ആണിത്. കണ്ടില്ലേ, ഇത് ഒട്ടും വെയിറ്റില്ല കേട്ടോ. ഈ കോയിൻസ് ഒട്ടും വെയിറ്റില്ല. ഇവിടെ ചെറിയൊരു 10ൻ്റെ ഇത് കൂടി വരുന്നുണ്ട്. ഇതെവിടെ തുടങ്ങി ഇതിൽ നല്ലൊരു ഡിസൈനൊക്കെ ഉണ്ട്. കണ്ടോ, ഇങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇത് ചീത്തയായി തുടങ്ങി. ഇത് മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മുടെ കുറച്ചും കൂടി ഇതുപോലെ എൻ്റെ 10 പൈസകളുണ്ട്, 25 പൈസയുണ്ട്. അപ്പോൾ ഇത്രയാണ് കോയിൻസിൻ്റെ കളക്ഷൻ വരുന്നത്. ഇപ്പോഴും ഞാനത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ വാല്യൂ ഉണ്ടോ ഒന്നും അറിയില്ല. പക്ഷെ ഞാനൊരു ചെറുപ്പം മുതലൊരു കളക്ഷനായിട്ട് ഇത് എടുത്ത് വെക്കുന്നുണ്ട്. ഇനി എൻ്റെ കുറച്ച് നോട്ട്സിൻ്റെ കളക്ഷൻ ഉണ്ട്, അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ വരുന്ന നോട്ട്സിൻ്റെ കളക്ഷൻ കാണിക്കുന്നത്. ഇതിൽ ഇതുപോലെ തന്നെ കുറച്ച് കൺട്രീസിൻ്റെ ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ടെന്ന് പണ്ടത്തെ നോട്ട്സുകളുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റത്തെ വന്നിട്ട് ഇതിലിവിടെ എഴുതിയിരിക്കുന്ന സെൻട്രൽ ബാങ്ക് ഓഫ് ഈജിപ്റ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇത് 25 പൈസ്ട്രസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. 25 എന്താ എനിക്ക് കറക്റ്റ് ആയിട്ടില്ല. അവിടെ നമ്മുടെ റുപ്പീസ് എന്ന് പറയുന്ന പോലെ ആയിരിക്കും. ഇത് ഈജിപ്ഷ്യൻ കറൻസിയാണ് വരുന്നത്. ഫസ്റ്റത്തെ വന്നിട്ട് കണ്ടില്ല, ഇതിൻ്റെ ഡിസൈൻ എല്ലാം കണ്ടില്ല. ഇത് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് വരുന്നത്. പിന്നെ അടുത്തത് വന്നിട്ട് ഈ ഒരു കളറുള്ളത്. ഇതെനിക്ക് ആക്ച്വലി അറിയില്ല ഇത് എവിടെയുള്ളതാണെന്ന്. നോക്കാം നമുക്കിവിടെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോയെന്ന്. ഓക്കെ, ഇത് ബംഗ്ലാദേശിൻ്റെ ആണ് വരുന്നത്. ബംഗ്ലാദേശ് ബാങ്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഒരു കറൻസിയാണിത്. 20 ആണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഇത്, എനിക്കത് മനസ്സിലായേ. ഇതാണ് ബംഗ്ലാദേശിൻ്റെ ഒരു കറൻസിയാണ് വന്നത്. പിന്നെ ഈ ഒരെണ്ണം ഇതെവിടത്തെയാന്ന് നോക്കാം. ഓക്കെ, ഇത് എഴുതിയിരിക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. 100 എന്ന് എഴുതിയിട്ടുണ്ട്. സോറി, 100 അല്ല, 1000 ആണ്. 1000 റിയാൽസ് ആണ് ഇത് വരുന്നത്. ഇറാൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവരുടെ ബാക്ക് സൈഡ്. ഈ കറൻസിയുടെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇറാൻ കറൻസിയാണ് വരുന്നത്. പിന്നെ അടുത്തത് വന്നിട്ട് ഈ ഒരെണ്ണം. ഇതുപോലെ തന്നെ. ഇതെനിക്ക് ബംഗ്ലാദേശിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു. 2 എണ്ണം എൻ്റെ അടുത്ത്. ഇത് ബംഗ്ലാദേശാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല, റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് രണ്ടും ഇതുപോലെ ബംഗ്ലാദേശിൻ്റെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. 2 കറൻസി വരുന്നത്. പിന്നെ ഈ ഒരു കറൻസി ഇത് വന്നിട്ട് ബംഗ്ലാദേശ്. അഗൈൻ ബംഗ്ലാദേശാണ്. ഈ കളർ നല്ല ഭംഗിയുണ്ടല്ലേ, നമ്മുടെ കളേഴ്സ്, നമ്മുടെ നോട്ടിനുള്ള കളർ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ഇത് ബംഗ്ലാദേശ് ബാങ്ക് തന്നെ കൊടുത്തിരിക്കുന്നു. 100 ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് 100 ആണ്. 100 ബംഗ്ലാദേശിൻ്റെ കറൻസിയാണ് വരുന്നത്. ഇതൊരെണ്ണം ബംഗ്ലാദേശിൻ്റെ അഗൈൻ എൻ്റെ ഉണ്ട്.
പിന്നെ വന്നിട്ട് ഇതും ബംഗ്ലാദേശിൻ്റെ തന്നെയാണ്. ബംഗ്ലാദേശിൻ്റെ 10 ആണ് കൊടുത്തിരിക്കുന്നത്. 10 എന്നുള്ള കറൻസി അവരുടെ ബംഗ്ലാദേശ് ബാങ്ക് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് 2 സൈഡ്. 2014 ഇയർ കൊടുത്തിരിക്കുന്നത്. ടാക്ക എന്നുള്ളതാണ് അവരുടെ. നമ്മുടെ റുപ്പീസ് എന്ന് പറയുന്ന പോലെ ബംഗ്ലാദേശിന് ടാക്ക വരുന്നത്. ഇപ്പോൾ ഇത് 10 ടാക്ക, അതാണ് ബംഗ്ലാദേശിൻ്റെ വരുന്നത്. പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലുണ്ടായിരുന്ന 1 രൂപയുടെ ഒരു നോട്ടാണിത്. ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇത് എഴുതിയിട്ടുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ 1 രൂപയുടെ കോയിൻ, പണ്ടത്തെ കോയിൻ്റെ ഒരു കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 1 രൂപീന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് നമുക്ക് നോക്കാം. ബാക്ക് സൈഡിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, പിന്നെ അത് ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തോ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, എനിക്കത് അറിയില്ല കേട്ടോ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ്. 1 രൂപീ തന്നെയാണ്, 1 രൂപീ. ഇത് നമ്മുടെ കേട്ടോ, നമ്മുടെ ആയിരുന്നു. പിന്നെ വന്നിട്ട് ഇതെവിടെയാണ്? ഇതും ടാക്കാന്ന് തന്നെയാണ് തോന്നുന്നത്, 2013 ഇതും അത് തന്നെയാണ്. ഇത് ബംഗ്ലാദേശിൻ്റെ തന്നെയാണ്. ബംഗ്ലാദേശിൻ്റെ 2 ആണെന്ന് തോന്നുന്നു. 2, യെസ്, 2 ടാക്കയാണിത്. ബംഗ്ലാദേശിൻ്റെ 2 ടാക്ക, അതാണ് ഈ നോട്ട് വരുന്നത്. പിന്നെ വന്നിട്ട് ഈ ഒരു ഇത് നമ്മുടെ ഇന്ത്യ, ദോ റുപ്പയെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന പണ്ടത്തെ 2 റുപ്പീസിൻ്റെ 2 രൂപയുടെ നോട്ടാണ്. എന്തോ എഴുതിയിട്ടുണ്ട്, കാര്യമൊക്കെ ഉണ്ടാവും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. 2 റുപ്പീസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയായിരുന്നു നമ്മുടെ പണ്ടത്തെ. എന്തൊക്കെയാലും കുറേ കളേഴ്സ് മിക്സ് ആയിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. ചെറിയ നോട്ടാട്ടോ, ചെറിയതായിട്ടൊരു നോട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന 2 റുപ്പീസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇതാണ് 2 റുപ്പീസിൻ്റെ നോട്ട് വരുന്നത്. അടുത്തത് വന്നിട്ട് ഇതും ഒക്കെ എൻ്റെ കയ്യിൽ കുറേ ബംഗ്ലാദേശിൻ്റെ ഉണ്ടല്ലേ. ബംഗ്ലാദേശിൻ്റെ കുറേ നോട്ട്, ഡിഫറെൻറ്റ് നോട്ടുകൾ എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കറൻസികൾ എൻ്റെ കയ്യിലുണ്ട്. 10 ഉണ്ടായിരുന്നു, 100 ഉണ്ടായിരുന്നു, ഇപ്പോൾ 20 ഉണ്ട്, 2 ഉണ്ടായിരുന്നു. ഇത് 20 ടാക്ക എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. 2012 ഒരു നോട്ടാണിത്. അതാണ് ബംഗ്ലാദേശിൻ്റെ വരുന്നത്. പിന്നെ അടുത്തത് എഗെയിൻ ബംഗ്ലാദേശ് 20യുടെ തന്നെ, ഇതിപ്പോൾ കാണിച്ചത് തന്നെ. എനിക്കിതിൻ്റെ കളറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ നാശമായി തുടങ്ങി, ഇതിൻ്റെ കളറൊക്കെ മങ്ങി തുടങ്ങി. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കളറുള്ള നല്ലൊരു നോട്ട്. പിന്നെ വരുന്നത് ഇത് ഞാൻ നേരത്തെ കാണിച്ചത് 1 രൂപ. ഇത് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന 1 രൂപയുടെ നോട്ടാണ്. പക്ഷേ ഇതിലൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ കോയിനാണ് ഡിഫറൻസ്. നേരത്തെ ഈ കോയിൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഓൾഡായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന 1 രൂപയുടെ കോയിനായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ കുറച്ചുകൂടി ന്യൂ ആയിട്ടുള്ള 1 രൂപയുടെ കോയിൻ കണ്ടോ. ഈ കോയിനാണ് 2016 ഈ കോയിൻ. 1 രൂപീന്ന് എഴുതിയിട്ടുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് 1 എന്നുള്ളത് ഈ ഒരു നോട്ട്. ഇത് എവിടെയുള്ളതാ? നേപ്പാൾ രാഷ്ട്ര ബാങ്ക്, നേപ്പാളിലുള്ള ഒരു നോട്ടാണ്. ഇത്രയുള്ള നോട്ട് പിടിച്ചതിൽ എനിക്ക് ഈ നോട്ടാണ് കുറച്ചും കൂടി ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഇതിൽ എൻ്റെ പേപ്പറോ യൂസ് ചെയ്ത് എനിക്കറിയില്ല. ഇത് ഇങ്ങനെ പെട്ടെന്ന് ചീത്തയാവില്ല, അങ്ങനത്തെ ഒരു തരം നോട്ടാണ്. അതുകൊണ്ട് ഇത് നേരെ കേടൊന്നും പറ്റിയിട്ടില്ല. കണ്ടോ, ഇതിലെന്താ 10 ആണോ? 10 ആണല്ലേ. കണ്ടോ, അവരുടെ 10 ഇങ്ങനെ എഴുതുക. നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ 10 റുപ്പീസ് 10. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. കുറേ മാനിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എന്താ ഇതിൽ രൂപയാം ദശാന്ന് എഴുതിയിരുന്നത്. ദശ ഇപ്പോൾ 10 എന്തായാലും ആയിരിക്കുള്ളൂ. ഉണ്ടോ, 10 ആണ് 10 കറൻസി. അത് നേപ്പാളിൻ്റെ 10 രൂപയാം എന്നുള്ളതാണിത്. ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ, എൻ്റെ കുറച്ചുള്ളൂ. ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെച്ചേക്കല്ല. അത് വലിയ കളക്ഷൻ പോലെ ഞാനതങ്ങനെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചെറുപ്പത്തിൽ എപ്പോഴും കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ള കുറച്ച് കോയിൻസ്, അതുപോലെ കുറച്ച് നോട്ടുകളാണുള്ളത്. അപ്പോൾ ഇതുപോലെ വല്ലൊരു കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്ക്. എനിക്കും അറിയാലോ നിങ്ങൾക്ക് എന്തൊക്കെ കളക്ഷൻ ഉണ്ട്, ഏതൊക്കെ രാജ്യത്തുണ്ടെന്നും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തേക്ക് എൻ്റെ ചാനലിൽ. ഞാനിതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.